വിവാദങ്ങൾക്കിടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ 12 കളഭ മഹോത്സവത്തിന് 14-ന് തുടക്കമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ടാണ് ഇത്തവണ 12 കളഭം നടത്തുന്നത്. ഉപദേശക സമിതിയിലെ തർക്കത്തെ തുടർന്ന് 12 കളഭ മഹോത്സവം നടത്തുന്നത് സംബന്ധിച്ച് പ്രതിസന്ധി നിലനിന്നിരുന്നു. ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 12 കളഭ മഹോത്സവം സാധാരണ നടത്താറ്. എന്നാൽ ഉപദേശക സമിതിയിലെ തർക്കം ഇത്തവണ 12 കളഭ നടത്തിപ്പിനെയും ബാധിക്കുമെന്ന് ഉറപ്പായതോടെ ദേവസ്വം ബോർഡ് ഉപദേശക സമിതി അംഗങ്ങളെയെല്ലാം ബോർഡ് ഓഫീസിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തി. എന്നാൽ ഉപദേശക സമിതി അംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് 14 മുതൽ ആരംഭിക്കുന്ന 12 കളഭ മഹോത്സവം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അമ്പലപ്പുഴ ഉപദേശക സമിതിയിലെ ആൾക്കാർ തമ്മിൽ തല്ലി രാഷ്ട്രീയക്കാരെ CPM CPI ഈ രണ്ട് രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കടപിടി കൊടുത്തുകൊണ്ടാണ് അമ്പലപ്പുഴയ്ക്ക് മൊത്തത്തിൽ അപമാനമായിട്ട് ഉപദേശക സമിതി വന്നത്. ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് നേരിട്ടാണ് ഇത്തവണത്തെ 12 കളഭ മഹോത്സവവും ശങ്കരനാരായണ കലോത്സവം നടത്തുന്നുള്ള കാര്യം ഇറക്കിയിട്ടുണ്ട്. ഗത്യന്തരമില്ലാതാണ് ദേവസ്വം ബോർഡിന് ഇതുപോലത്തെ ഒരു ഓർഡർ ഇറക്കേണ്ടി വന്നുള്ളതാണ് ഭക്തജനങ്ങൾക്ക് പറയാനുള്ളത്. അമ്പലപ്പുഴ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ എന്നിവർക്ക് കളഭ മഹോത്സവം നടത്തുന്നതിന്റെ മുഖ്യ ചുമതല നൽകി. നിലവിലെ പ്രസിഡന്റും സെക്രട്ടറിയും രാജിവെച്ചൊഴിഞ്ഞ സാഹചര്യത്തിൽ പുതിയ ഉപദേശക സമിതി രൂപീകരിക്കുന്നത് ക്ഷേത്രവിശ്വാസികളെ ഉൾപ്പെടുത്തിയായിരിക്കണമെന്ന് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടു. ഈശ്വര വിശ്വാസികളായിട്ടുള്ള രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നിന്നുകൊണ്ട് ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയുള്ളൂ ദേവസ്വം ബോർഡ് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഉപദേശക സമിതി രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രൂപീകരിക്കാത്തതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് അമ്പലപ്പുഴ പോലെയുള്ള പഞ്ചമഹാക്ഷേത്രത്തിൽ നമ്മുടെ ഭക്തജനങ്ങൾക്ക് ഇത്രയും മനപ്രയാസം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഉപദേശക സമിതിക്കാർ പെരുമാറിയത്. അതുകൊണ്ട് അടിയന്തിരമായിട്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ കളഭ മഹോത്സവം കഴിയുമ്പോൾ തന്നെ ഈശ്വര വിശ്വാസികൾ, ക്ഷേത്രത്തോട് പ്രതിബദ്ധതയുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു ഉപദേശക സമിതി രൂപീകരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ മുന്നോട്ടുള്ള പോക്കിനെ ചെയ്യണമെന്നുള്ളതാണ് വിശ്വഹിന്ദു പക്ഷത്തിന് ആവശ്യപ്പെടുവാനുള്ളത്. അമ്പലപ്പുഴ ദേവസ്വത്തിലെ ഉപദേശക സമിതിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കളഭ മഹോത്സവത്തിന് ശേഷം ദേവസ്വം ബോർഡ് ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ജനം, ആലപ്പുഴ.